ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു കിടിലെ ഒരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാ വെച്ചാൽ നാടൻ സാധനം. എന്നാന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. ഇതാണ് ഈ ഐറ്റം. ഓലോലിക്ക അല്ലെ റൂബിക്ക എന്ന് പറയും. ഈ സാധനം അല്ല അച്ചാറൊക്കെ ഇടാൻ സൂപ്പർ ഐറ്റം. ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെ എൻ്റെ അമ്മപ്പോ എന്നാ സൂപ്പർ പുളിപ്പും മധുരവും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് വെല്ലുവിളി അടിച്ചേക്കണേ. നേരത്തെ ഇവനെ 3-4 പ്രാവശ്യം നമ്മൾ കഴുകി വെച്ചതാണ്. നമുക്ക് ഒന്നുകൂടെ അങ്ങ് കഴുകിയേക്കാം. ഇപ്പം നമുക്ക് കഴുകിയിട്ട് കാണാം. വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുത്തു. ഇതിനെ നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഓലോലിക്കായും കൂടെ ഇതിനകത്തോട്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശകലം ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഒന്ന് തിളക്കട്ടെ. ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. ഇഞ്ചിയും ഉണ്ട്, വെളുത്തുള്ളിയുണ്ട്, അച്ചാറിനുള്ളതിനെ അരിഞ്ഞു വെക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഇഞ്ചി അരിഞ്ഞു കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. വലിയ വെളുത്തുള്ളിയാണ്, നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഓലോലിക്ക നമ്മൾ തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതിന് വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. വെള്ളം പാലാനായിട്ട് നമുക്ക് മെയിൻ ഘട്ടത്തിലേക്ക് പോവാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് തിളക്കട്ടെ. എണ്ണ തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം കടുക് ഉലുവായ നല്ല പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നമുക്ക് ഒരു 8 പത്തിലമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്തേക്കാം. ആവശ്യത്തിനുള്ള കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും. നമുക്ക് 4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം വഴത്തിയിടുക. നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇട്ടു. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഓലോലിക്കായും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. 2 ടീസ്പൂൺ ഉപ്പും ഇട്ടു. ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്യാം. വിനാഗിരിയൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും നല്ല സ്മെല്ലടിക്കാൻ തുടങ്ങി. കായപ്പൊടിയുടെ
അല്ല നല്ല ഫൈൻ വെള്ളം വരുന്നുണ്ട്. കൊതിയത് പുളി ഇതിപ്പോഴത്തന്നെ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ അടിച്ചു തുടങ്ങി. എനിക്ക് കൊതി വരുന്നു. നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇച്ചിരി ചോറും കൂടെ എടുത്തോണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് വെച്ച് നോക്കാം. എൻ്റെ അമ്മമ്മോ സൂപ്പർ സാധനം. എന്താണെന്ന് വെച്ചാൽ ഓലോലിക്കായും റൂബിക്കാന്നൊക്കെ പറയുന്നത് സൂപ്പർ ഐറ്റമാണ്. പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് സൂപ്പർ ഐറ്റമാണ് ഇത്. അത് നിങ്ങൾ എല്ലാവരും വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് അച്ചാർ ഇടണം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. നല്ല പുളിപ്പും എല്ലാ ഉപ്പും നല്ല കൂടെ നല്ല രസകരമായിട്ടുള്ള സാധനമാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറൊക്കെ കൂട്ടി കഴിക്കുമല്ലോ. എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.